അവിട്ടം ദിനത്തിൽ ആവേശം നിറയ്ക്കുകയാണ് കാളപൂട്ട് മത്സരം. കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകളും ആവേശം ഉയർത്തുന്ന മത്സര കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പാലക്കാട് ചിതലിയിൽ നിന്ന് ഇക്ബാൽ അറക്കൽ തത്സമയം ചേരുന്നു. 100 ജോഡിയിലേറെ കാളകളാണ് ഇത്തവണ മത്സരത്തിന് എത്തിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യം ദേ കാണാം. ഇക്ബാൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, ഒരു തല്ല് കഴിഞ്ഞ് വരികയാണ്. ഇപ്പോൾ ഇതേ കാളപൂട്ടാണ്. എങ്ങനെയാണ്, തയ്യാറായോ? കാളകളൊക്കെ, അവരെ നയിക്കുന്നവരൊക്കെ എന്തു പറയുന്നു? ഇതും ഒരു വ്യത്യസ്ത കാഴ്ചയാണ്, അപൂർവമായി കാണാൻ കിട്ടുന്നത്. തീർച്ചയായും കൃഷിയെയും കർഷകനെയും ഏറെ സ്നേഹിക്കുന്ന നാടാണ് പാലക്കാട്. ആ പാലക്കാട് ഓണനാളുകളിൽ കാണാൻ കഴിയുന്ന ഏറ്റവും ആവേശ കാഴ്ച തന്നെയാണ് ഈ ചിതലിയിലെ ഈ കാളപ്പൂട്ട് മത്സരം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിതലിയിലാണ്. ചിതലിയിലെ രാമകൃഷ്ണ മെമ്മോറിയൽ കാളപ്പൂട്ട് സ്റ്റേഡിയത്താണ്. ഈ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഇതാ ചിതലിയിലെ മതസൗഹാർദ്ദ കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ കാളപ്പൂട്ട് മത്സരം നടക്കുന്നത്. ഇത്തവണയും 100-ലേറെ ജോഡികൾ തന്നെ ഇവിടേക്ക് ഈ കാളപ്പൂട്ട് മത്സരത്തിന് വേണ്ടി എത്തിച്ചിട്ടുണ്ട്. 100 ജോഡിയിലേറെ കാളകളെ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ സീനിയർ ഈ വിഭാഗത്തിൽപ്പെട്ട കാളകളുടെ മത്സരമാണ് നടക്കുന്നത്. 100 മീറ്റർ ട്രാക്ക് വളരെ ആവേശം നിറച്ചുകൊണ്ട് വളരെ വേഗതയിൽ ഈ കാളകൾ കുതിച്ചു വരും. ഇതോടുകൂടി പിന്നീട് ഈ പാലക്കാടിൻ്റെ ആളുകളെല്ലാം ഈ ഓണ ആവേശത്തിലേക്ക് നീങ്ങും, ഈ കാളപ്പൂട്ടിൻ്റെ ആവേശത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊപ്പം ഇവിടെ ഈ കാളപ്പൂട്ട് മത്സരം സംഘടിപ്പിക്കുന്ന സംഘാടകരായിട്ടുള്ള ആളുകൾ ചേരുന്നുണ്ട്. ചേട്ടാ, സന്തോഷമാണ്, വലിയ സന്തോഷത്തോടെ നടന്നിരിക്കുന്നത്. ഏറെ ആവേശത്തോടെയാണ്. അതിനൊപ്പം തന്നെ രോഷി, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. സീനിയർ വിഭാഗം കാളപ്പൂട്ട് മത്സരം ആരംഭിച്ചിരിക്കുന്നു. വളരെ ആവേശത്തോടു കൂടി 2 കാളകൾ വളരെ ആവേശത്തോടു കൂടി ഇവിടേക്ക് കുതിച്ച് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ എത്ര വേഗത കൊണ്ടാണ് ഈ കാളകൾ ഇവിടേക്ക് കുതിച്ച് എത്തിയത് എന്നുള്ളത് തൊട്ടപ്പുറത്തുള്ള ആ കാണുന്ന ബോർഡിൽ തെളിയും. ആരാധകരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു കാളപൂട്ടുകാരൻ, അദ്ദേഹത്തിനൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് കേൾക്കുന്നു. ഒന്ന് ചോദിച്ചു നോക്കൂ ആ പേര്. രോഷിനിയും ആ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ഡയലോഗ് അടിച്ചിട്ടുള്ള ആ കാളപ്പൂട്ട് ആരാധകൻ, അദ്ദേഹം ഉണ്ണികൃഷ്ണനായിട്ടാണ്. ഉണ്ണികൃഷ്ണൻ ഇവിടെ പരിസരത്ത് എവിടെയുണ്ട്, അദ്ദേഹം വിശ്രമിക്കുകയാണ്. പക്ഷെ എന്തായാലും നമ്മുടെ കാഴ്ചക്കാർക്ക് വേണ്ടി ആവേശം നിറച്ചുകൊണ്ട് നമ്മുടെ സുജി വാഴക്കോട് നമ്മുടെ കാളപ്പൂട്ടുമായി ബന്ധപ്പെട്ട ഓണമായി ബന്ധപ്പെട്ട ഒരു പാട്ട് ഉണ്ണികൃഷ്ണന്റെ ശിഷ്യനാണ്. കന്നുകളിയുടെ പിതാവെന്നറിയപ്പെടുന്ന തച്ചക്കാട് കണ്ണുണ്ടി അച്ഛനാണ്. കല്ലൂർ, മട്ടി, മരഞ്ഞാടനും പാലക്കാടിനും പാലശേടങ്ങളിൽ അവരുടെ മുൻകാല റെക്കോർഡുകൾ തകർക്കുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ കാളാവോത്ത് ഇവിടെ ലൈവ് കൊണ്ടിരിക്കണം. മാലിയങ്ക തീർക്കുന്നത് മലയാള ദേശത്ത്, മാലിയങ്ക തീർക്കുന്നത് മലയാള ദേശത്ത്, കന്നുകളി കണ്ടു ഞാൻ ചെതലിയമേശത്ത്, കന്നുകളി കണ്ടു ഞാൻ ചെതലിയമേശത്ത്, കൊട്ടിക്കൂള നടക്കാവിന്റെ നേർവടക്കായിട്ട്, കൊട്ടിക്കൂള നടക്കാവിന്റെ നേർവടക്കായിട്ട്, കന്നുകളി പ്രേമികളെ എല്ലാവരും അവയായിട്ട്, കന്നുകളി പ്രേമികളുടെ എല്ലാവരും അവയായിട്ട്. ഇതാണ് ആവേശം എന്ന് പറയുന്നത്. പാലക്കാടിന്റെ ചിതലിയിലേക്ക് വന്നാൽ ഇത്തരത്തിലുള്ള ഓണക്കാഴ്ചകൾ കാണാൻ സാധിക്കും. ഈ കാളപ്പൂട്ട് മത്സരത്തിന് സീനിയർ വിഭാഗത്തിന് മത്സരമാണ് നടക്കുന്നത്. വളരെ ആവേശമുള്ള മത്സരം ഈ സീനിയർ വിഭാഗത്തിന്. ഒരാൾ കൂടി പാട്ട് പാടാനുണ്ട്. ഒരു കർഷകരാണ് അദ്ദേഹം. വളരെ വളരെ അധികം. ചേട്ടാ, പേരെന്താണ്? എവിടെ സ്ഥലം? കോട്ടായി. വീടെടുക്കുന്നില്ല. നമ്മുടെ കാഴ്ചക്കാർക്കൊക്കെ വേണ്ടി നമ്മുടെ കാഴ്ചക്കാർക്കൊക്കെ വേണ്ടി ഒരു ആവേശമുള്ള ഒരു പാട്ട്. മാനലിംഗം തീർത്ത് കൊള്ളും മലയാള ദേശത്ത്, മാനലിംഗം തീർത്ത് കൊള്ളും മലയാള ദേശത്ത്, കന്നുതെളി കണ്ടു ഞാൻ കണ്ണാടി അംശത്ത്, കൊച്ചികുളത്തിക്കാവിന്റെ നേർവടക്കായിട്ട്. ചില കാളകൾ ഇങ്ങനെ തെറ്റി വരും, ട്രാക്ക് തെറ്റി വരും. ആ സമയത്ത് പാലക്കാട് ചിതലിയിൽ കാളയ്ക്ക് പിന്നാലെ പാഞ്ഞ് മനുഷ്യരിങ്ങനെ ചിതറി തെറിക്കുകയാണ്. ഇതൊക്കെയാണ് അവരുടെ ആഘോഷം.